ഹലോ ഗെയ്സ്, അപ്പോൾ ഇത് ഞായറാഴ്ചത്തെ വ്ളോഗാണ്. ഇതിടാൻ ഇത്രയും നേരം ലേറ്റ് ആയതെന്താ വെച്ചാൽ മക്കൾക്ക് രണ്ടാൾക്കും തീരെ വയ്യ. അപ്പോൾ ഇതിന് വോയിസ് ഓവറൊക്കെ കൊടുക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടേണ്ടി വന്നു. എപ്പോഴും എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് അതിന് വോയിസ് ഓവർ അങ്ങനെ പെട്ടെന്നൊന്നും കൊടുക്കാൻ കഴിയത്തില്ല. പിന്നെ എനിക്കും ചെറുതായിട്ട് ഒരു മൂഡ് ഓഫും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അതങ്ങനെ ലേറ്റായി പോയതാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ആവശ്യത്തിലേറെ ലേറ്റായിട്ടാണ് എണീച്ചത്. നമ്മൾ വീക്കെൻഡിലല്ലേ ഉറങ്ങുള്ളൂ. അപ്പോൾ റിയാസ്ക പുറത്ത് പോയതാണ്. അപ്പോഴത്തേക്ക് ഞാൻ ലേറ്റായിട്ട് എണീച്ചെങ്കിലും മക്കൾക്ക് വിശക്കുന്നതുകൊണ്ട് വേഗം തന്നെ ഞാൻ പഴം വാട്ടിയതാണ് ഉണ്ടാക്കുന്നത്. അത് കുറേ ദിവസമായി ഇവിടെ ഇങ്ങനെ കിടക്കുന്നു. ഇനിയും അതവിടെ വെച്ചാൽ കേടാവും എന്നുള്ളത് കൊണ്ട് അത് വേഗം തന്നെ തീർക്കണമായിരുന്നു. എനിക്കായാലും റിയാസ്കാക്കായാലും ഫുഡ് അങ്ങനെ വേസ്റ്റ് ആക്കണം നമുക്ക് തീരെ ഇഷ്ടമല്ല. പിന്നെ എന്തെങ്കിലും സാഹചര്യം വന്നാൽ വേസ്റ്റ് ആക്കണം എന്നുള്ളത് കൊണ്ട് മാത്രം ഞങ്ങളത് കളയാറുള്ളൂ. അതോ ഏതെങ്കിലും പട്ടിയൊക്കെ പൂച്ചയ്ക്ക് മാത്രം ഇട്ട് കൊടുക്കും. അപ്പോൾ ഒന്നാണെങ്കിലോ വേഗം തട്ടിക്കൊട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് തന്നെ പറയാം. പെട്ടെന്ന് നമുക്ക് രാവിലത്തെ പണികൾ എങ്ങനെ തീർക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നിൽക്കുന്നത്. റിയാസ്കാക്കാണെങ്കിൽ ദോശ ഉണ്ടാക്കി കൊടുത്തു. റിയാസ്ക മാത്രമുള്ള ദോശ ഒക്കെ ഉള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കും മക്കൾക്കാണെങ്കിൽ ആ പഴംവാട്ടിനെ വളരെയധികം ധാരാളമാണ്. അങ്ങനെ ദോശയൊക്കെ ചുട്ടെടുത്ത് അടുക്കളയിലെ ഒരു അല്ലറ ചില്ലറ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം തന്നെ മക്കൾക്കും ആദ്യം ഫുഡ് കൊടുത്ത് അതിനുശേഷമാണ് ഞാൻ ഫുഡ് കഴിച്ചത്. അവർ കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വെറും രണ്ട് പൊടി. ഈ കഫക്കെട്ടൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കഴിക്കൽ കുറയും. ആവശ്യമാണെങ്കിലും ഭയങ്കര മടിയാണ് കഴിക്കുക. പൊന്നു പിന്നെങ്കിൽ കഴിക്കാനും, പക്ഷെ ഇപ്പോൾ അവളൊട്ടും തീരെ കഴിക്കാത്തൊരു സിറ്റുവേഷനാണ്. ഇന്നാണെങ്കിൽ ആവശ്യത്തിലേറെ പരിപാടികളുണ്ട്. ഞാൻ കുറച്ചധികം ദിവസമായി വിചാരിക്കുന്നത് വീടാകെ ഡീപ്പ് ക്ലീനിങ് നടത്താമെന്ന്. ഞാനാണെങ്കിൽ റിയാസ് ഖാന് മാറാല തട്ടുന്ന സാധനം വാങ്ങാൻ വേണ്ടി പറഞ്ഞേൽപ്പിച്ചതായിരുന്നു. അതിൻ്റെ ഇടയിൽ ഉച്ചക്കത്തെ ഫുഡിൻ്റെ പരിപാടിയിലേക്ക് കടന്നു. അങ്ങനെ പ്രത്യേകിച്ച് ഫുഡൊന്നും ഉണ്ടാക്കാനുണ്ടായിരുന്നില്ല. തലേന്നത്തെ ചോറും കറികളൊക്കെ ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് ചൂടാക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നലെ രാത്രിയാണെങ്കിൽ ബ്രെഡ് ഓംലേറ്റ് മതിയെന്ന് പറഞ്ഞപ്പോൾ അതാണ് മെയിനായിട്ട് ഉണ്ടാക്കി കഴിച്ചതെന്ന്. അപ്പോൾ ചോറൊക്കെ നേരെ ഫ്രിഡ്ജിൽ കയറ്റുകയാണ് ചെയ്തത്. പിന്നെ ആ ചോറെടുത്ത് തിളപ്പിച്ചൂറ്റി കറിയാണെങ്കിൽ ചൂടാക്കി വെച്ച് പിന്നെ മീൻ പൊരിക്കാനൊക്കെ ഉണ്ടായി. അത് നേരെ ഫ്രിഡ്ജുണ്ട്. ആ സമയം എടുത്ത് പൊരിച്ചാൽ മതിയല്ലോ. ഞാൻ ആദ്യം തന്നെ മീൻ കായത്തിലാക്കിയാണ്ട് ഫ്രിഡ്ജിൽ വെക്കാറാണ് എൻ്റെ പതിവ്. അങ്ങനെ ആ പരിപാടിയൊക്കെ അവിടെ സെറ്റാക്കി നിൽക്കുമ്പോഴത്തേക്ക് റിയാസ്ക്ക് ഞാൻ വാങ്ങാൻ പറഞ്ഞേൽപ്പിച്ച സാധനമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ സാധനത്തിനായിട്ട് ഞാൻ അധിക ദിവസമായി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ഞാൻ കുറേ കാലങ്ങളോളമായി ഞാൻ വിചാരിക്കുന്നു ഒന്ന് വീട് ഡീപ്പ് ക്ലീനിങ് നടത്തണമെന്ന്. പക്ഷേ എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് കൂടിയാൽ കൂടത്തില്ല എന്നറിഞ്ഞുകൊണ്ട് ഞാൻ ഞായറാഴ്ച ആവട്ടെ എന്ന് വിചാരിച്ച് നിൽക്കേനി. ഞങ്ങളിവിടെ മാറാലത്തട്ടി എന്നാണ് ഇതിനെ പറയാറ്. നിങ്ങളവിടെ എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ വേഗം തന്നെ എൻ്റെ പണിയിലേക്ക് സ്റ്റാർട്ട് ചെയ്ത് ആദ്യം തന്നെ സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ട് വലിയ പൊടികളൊന്നുമില്ല, പക്ഷെ മാറലുണ്ട്. നമ്മളെന്നും വീട് ക്ലീൻ ചെയ്യുന്നതാണെങ്കിൽ പോലും നമുക്ക് കയ്യെത്താ ദൂരത്ത് ഉള്ള പൊടികളൊക്കെ ഉണ്ടല്ലോ, അതിന് ഈ സംഭവം തന്നെ ആവശ്യമാണ്. സിറ്റ് ഔട്ടത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം എൻ്റെ റൂമിലേക്കാണ് പോയത്. അവിടെ ആവശ്യത്തിലേറെ പൊടികളുണ്ടായിരുന്നു. ഇതൊക്കെ എവിടുന്ന് വന്നതെന്ന് ഞാൻ അപ്പോഴാണ് ചിന്തിച്ചത്. വേഗം തന്നെ പൊടികളൊക്കെ തട്ടി അടിച്ചു വാരി തുടയ്ക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അലമാരൊക്കെ നല്ല ആവശ്യമേറെ പൊടികളൊക്കെ ഉണ്ടായിനി. ഈ അലമാര ഇവിടുത്തെ ഹൗസ് ഓണർ അലമാരാണ്, ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി തന്നതാണ്. അതിൻ്റെ ഇടയിൽ ബെഡ്ഷീറ്റ് മാറ്റി നമ്മൾ ഫാനിൻ്റെ മുകളിലുള്ള പൊടികളൊക്കെ ആയിട്ട് ബെഡ്ഷീറ്റും അങ്ങനെ തന്നെ വേഗം മാറ്റിയിട്ടുണ്ടായിനി. ഞാനാണെങ്കിൽ പെട്ടെന്ന് ഓരോ റൂം പണി കഴിഞ്ഞാൽ അത്രയും നല്ലത് എന്നുള്ള ലെവലിലാണ് ഞാൻ നിൽക്കുന്നത്. മക്കളുള്ള വീട്ടിൽ ഏകദേശം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഒരു റൂമത്തെ പണി കഴിഞ്ഞാൽ അത്രയും നല്ലത് എന്നാണ് ഞാൻ വിചാരിക്കാറ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ പൊന്നുണ്ണീച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ പണീൻ്റെ ഇടയിൽ ഞാനൊന്ന് അവളെ കിടത്തി ഉറക്കിയിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് അവൾക്ക് ഡസ്റ്റ് അലർജി ഉള്ളതുകൊണ്ട് അവൾ ഒരിക്കലും ഇവിടെ നിൽക്കാൻ പാടില്ല. അസുഖം കൂടത്തേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അടുത്തുള്ള വീട്ടിലുള്ള കുട്ടീൻ്റെ കയ്യിൽ അവളെ കൊടുത്ത് ഏൽപ്പിച്ചതിന് ശേഷം ഞാൻ എൻ്റെ ബാക്കിയുള്ള പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ടായിനി. ഇന്ന് ഞാൻ വേഗം അടുത്ത റൂമിലേക്ക് എൻ്റെ പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട്. ഇത് മെയിനായിട്ട് പൊടികൾ കിടക്കുന്ന ഈ ജനാലന്മേലാണ്. അവിടെ വേഗം തന്നെ ഞാൻ തട്ടിയൊക്കെ തുടച്ചിട്ടുണ്ടായിനി. റൂമിലാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് പൊടികളൊന്നുമില്ല. ഈ റൂം ഓൾറെഡി കാലി ആയതുകൊണ്ട് നമ്മൾ തിരുമ്പിയത് ആറിടാനും കൊണ്ടുപോയിടാനും പിന്നെ റിയാസ്ക ഓഫീസിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ റൂമിലാണ്. അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഭയങ്കര ഫാസ്റ്റാണെന്ന്. ഒരിക്കലല്ല. ഞാൻ ഈ ചെയ്യുന്ന പണികളുടെ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാനിത് സ്പീഡ് കൂട്ടിയിടുന്നത് അത്യാവശ്യം ഏറെ സമയം എടുത്തിട്ടാണ് ഞാൻ എൻ്റെ പണികളൊക്കെ ഞാൻ ചെയ്ത് തീർത്തത്. ഇവിടുത്തെ പണിയും കഴിഞ്ഞ് ഞാൻ നെക്സ്റ്റ് റൂമിൽ കയറിയിട്ടുണ്ടായിന്. അവിടെ മെയിനായിട്ട് അങ്ങനെ പൊടി ഒന്നുമില്ല. മെയിനായിട്ട് നമ്മൾ അലമാരൻ്റെ മുകളിൽ കുറേ വേണ്ടാത്തതും വേണ്ടിയുമായിട്ടുള്ള സാധനങ്ങൾ ഒരുപാടുണ്ടായിന്. അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ച് പിന്നെ ആയുഷിൻ്റെ ഫുൾ കളിസാമനം വെക്കൽ ഈ റൂമിലാണ്. അതും ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചതിൻ്റെ ശേഷം അടിച്ചു വാരി തുടച്ചിട്ടുണ്ടായിരുന്നു.
ഈ 3 റൂമത്തെ പണികളും ഒറ്റയടിക്ക് ചെയ്തതുകൊണ്ട് എൻ്റെ ഏകദേശം എൻ്റെ അടപ്പ് തീർന്നിട്ടുണ്ട്. എൻ്റെ കാലൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. മെയിനായിട്ട് എനിക്ക് കാലിൻ്റെ അടി നല്ല വേദനയാണ്. അതിൻ്റെ ഇടയിൽ ഒറ്റയടിക്ക് ഇങ്ങനെ നിന്ന് ഒരേ ടൈമിൽ നിന്ന് ചെയ്തുകൊണ്ട് ഞാൻ വളരെയധികം ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വേഗം തന്നെ ഞാൻ ഡൈനിങ് ഹാളിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ഒറ്റയടിക്ക് ചെയ്യുന്നതല്ല, ഒരുപാട് സമയം എടുത്തിട്ട് ചെയ്യാനാണ്. ഞാൻ റൂം കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരം ഇരുന്നിട്ടാണ് ഞാൻ എൻ്റെ ബാക്കിയുള്ള പരിപാടിയിലേക്ക് കടന്ന് ഏകദേശം 2 റൂമത്തെയും പൊടികൾ നേരെ കൂട്ടിയിട്ട് ഡൈനിങ് ഹാളിലായിരുന്നു. അപ്പോൾ അത് അവിടെ നിന്ന് ചണ്ടി ഇങ്ങനെ കിടന്ന് വേഗം തന്നെ അടിച്ചു വാരി തുടച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പണികൾ എടുക്കുന്നതിൻ്റെ കൂടെ ഇന്നെ ഹെൽപ്പ് ചെയ്യാൻ റിയാസ്ക ഉണ്ടായിരുന്നു. റിയാസ്ഖാൻ്റെ വീഡിയോ കാണിക്കേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കാണിക്കാഞ്ഞത്. ഈ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ വീട് ഭയങ്കര വൃത്തിയായി കണ്ടപ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷന്. ഈ ബെഡ്ഷീറ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഏകദേശം ഒരു 6 മാസമായിട്ടുണ്ടാവും വാങ്ങിയിട്ട്. യാതൊരു പ്രശ്നമില്ല, കളർ എടുക്കുന്നില്ല, നല്ല അടിപൊളി ബെഡ്ഷീറ്റാണ്. വേണ്ടവരെനിക്ക് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെയാണ് ഈ കൊതുക് വലയും. അതിൻ്റെ മെയിനായിട്ട് റിവ്യൂ കാണണമെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞാൽ മതി, ഞാനത് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഒരു 4:30 മണിയായിട്ടുണ്ടായിരുന്നു. വേഗം തന്നെ കുളിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.